ഒരുപാട് പരിപാടികൾക്കായി മണിച്ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ഗുണമുണ്ട്. കാര്യം എയർപോർട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകും. കാരണം അത് പറയാൻ കാരണം എല്ലാ ഭാഷകളിലും ഇപ്പോൾ ഏകദേശം ഒരുമാതിരിപ്പെട്ട ഭാഷകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഒരുപാട് കാര്യത്തിൽ ഗുണകരമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട് മണിച്ചേട്ടൻ. പുറം രാജ്യങ്ങളിൽ പിന്നെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരും തമിഴും പിന്നെ കന്നഡ തെലുങ്ക് ആൾക്കാരൊക്കെയാണ്. അതെ 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 ഈ തമിഴ് പിന്നെ ഞാൻ തമിഴ് ഭാഷ തന്നെ അല്ല മണിച്ചേട്ടൻ അവിടെ നിന്ന് എയർപോർട്ടിൽ അവരോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കുഴപ്പമില്ല. തമിഴ് എനിക്കറിയാം. തമിഴ് ഞാൻ ആദ്യമേ തമിഴ് എന്നെ പഠിപ്പിച്ചാൽ ചാലക്കുടിയിൽ അക്കര തിയേറ്ററിന് ഒരുപാട് പങ്കുണ്ട്. കാരണം ആദ്യമേ കുഞ്ഞുനാൾ മുതൽ അക്കര തിയേറ്ററിൽ പോയിട്ട് തമിഴ് പടങ്ങൾ കണ്ട് തമിഴ് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ തമിഴ് സിനിമകൾക്ക് ഞാൻ തന്നെയാണ് ഡബ് ചെയ്യാറ്. അപ്പോൾ ഈ സിനിമയിലെ ഡയലോഗുകൾ എങ്ങനെ പഠിച്ചിട്ട് അത് ഓൾറെഡി കാണാതെ പഠിക്കുമോ? അല്ല പഠിക്കും നമ്മൾ. അവർ പറഞ്ഞു തന്നെ നമ്മൾ അപ്പം തന്നെ പഠിച്ചിട്ട് അതേമാതിരി പറയുന്നുള്ളതാണ്. അപ്പോൾ ആ തമിഴ് കുഴപ്പമില്ല. പിന്നെ തെലുങ്ക് പടങ്ങളിൽ പറഞ്ഞത് അവർ കേട്ടിട്ട് നമ്മളത് പ്രോമിറ്റ് ചെയ്യും. അവർ പ്രോമിറ്റ് ചെയ്ത് തരുന്നത് നമ്മൾ കേട്ടിട്ട് നമ്മളത് പറയും. പക്ഷേ ഡബ്ബിങ് ചെയ്യാറില്ല തെലുങ്കിൽ. തമിഴ് ഞാനും ചെയ്യാറ്. തമിഴിൽ ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ പറഞ്ഞ പടമുണ്ട്. പുതിയ ഗീത എന്ന് പറഞ്ഞ വിജയുടെ പടം. പുള്ളി വിജയ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ആ സാറ് ആരോട് അധികം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. സെറ്റിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി കൂട്ടിരിക്കുള്ളൂ. പക്ഷെ ആ സെറ്റിൽ ഞാൻ ചെന്നതിന് ശേഷം പുള്ളി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിൽക്കണ എല്ലാ ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ പറയും, சார் விஜய் சார் வந்து யாருக்கிட்டையும் பேச மாட்டேங்க சார், சும்மா வந்து ஓரமாக உட்காந்துருப்போம். ஆனால் நீங்கள் வந்ததுலேருந்து அவர் ரொம்ப ஜாலியாக இருக்கா சார், நீங்கள் காமெடி எல்லாம் பண்ணி அவரை ரொம்ப ரசிக்க வச்சுட்டேன்னு. ഞാൻ അതുകൊണ്ട് തന്നെ ആ പടത്തിൽ തന്നെ പുതിയ ഗീതയിൽ കത്തി പൊട്ടിത്തെറിക്കുന്ന ഒരു സീനുണ്ട്. അതായത് വിജയ് സാറ് മരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് ഒരു കാറിൻ്റെ അപ്പോൾ ഈ കാറ് ഗ്ലാസ് ഇടിച്ച് പൊളിക്കും വേണം. അപ്പോൾ അതിൽ ഡയറക്ടർ പറഞ്ഞു, സാറ് നമുക്ക് ഫൈറ്റിന് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് ഈ കൈ കൊണ്ട് ഇത് ഇടിച്ച് പൊളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ കൈക്ക് ഇടിച്ച് പൊട്ടി കഴിഞ്ഞാൽ കൈ പൊളിയോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇടിച്ച് നോക്കാം, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുക, ഗ്ലാസ് പൊട്ടിയാൽ അതും ഓക്കെ, ഇല്ലെങ്കിൽ കൈ പൊട്ട അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടുന്നുണ്ട്. പക്ഷെ ആ പടത്തിൻ്റെ രംഗം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ കൈ കൊണ്ട് ഞാൻ ഈ ഗ്ലാസ് ഒരൊറ്റ ഇടുക്കി ഇടിച്ചിട്ട് പൊളിയുണ്ട്. അത് ഷുഗർ ഗ്ലാസ് ആണത്, അങ്ങനെ ഇടിച്ചിടണ്ട. അതിനകത്ത് വേറെ ആയിട്ട് ടെക്നിക്ക് പരമായിട്ട് തട്ടി പൊട്ടിക്കാനും പറ്റില്ല. ഫൈറ്റിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ അതെങ്കിലും പൊട്ടിച്ചാനെ. അപ്പോൾ ആ പടത്തിൽ തന്നെ അതിമനോഹരമായ സീനുണ്ട്. നമുക്ക് പുതിയ ഗീത എന്ന് പറഞ്ഞ പടത്തിൽ ആ സീനും കാണാം, ഗ്ലാസ് പൊട്ടുന്ന സീനും കാണാം. എൻ്റെ കൈ പൊട്ടിയോ അതിൽ ഗ്ലാസ് പൊട്ടിയോ എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ മണിച്ചേട്ടൻ തന്നെ അഭിനയിച്ച തമിഴ് സിനിമകളെക്കുറിച്ച് മണിച്ചേട്ടൻ തന്നെ പറയുന്ന കുറച്ച് രസകരമായിട്ടുള്ള കഥകൾ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. ഓക്കെ. ഞാൻ ശരിക്ക് തമിഴ് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള എനിക്കൊരു ഭാഗ്യം തന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. മമ്മൂക്കയാണ് എന്നെ ആദ്യമായിട്ട് മറുമലർച്ചി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നത്. ആ സിനിമയിൽ എൻ്റെ ഒരു വേഷം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ആ വേഷത്തിൽ അഭിനയിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ ഒരു ആദ്യ സീൻ എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ വേഷം. അപ്പോൾ ഈ പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ട് സാരി ഉണ്ട്, അണ്ടർ സ്കേർട്ട് ഉണ്ട്, ബ്ലൗസ് ഇതൊക്കെ എടുത്തിട്ട് ഞാനൊരു തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന സീനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മമ്മൂക്ക് ചോദിച്ചു, എടാ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന ഇത് ചെയ്താൽ മതിട്ടോ. ഞാൻ കുഴപ്പമില്ല മമ്മൂക്ക്, ഞാൻ ചെയ്യാം, ഞാൻ സല്ലാബ് എന്ന് പറഞ്ഞ സിനിമയിൽ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടല്ല വന്നേ. എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ തെങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പെത്തി പട്ടയിൽ പിടിച്ചപ്പോൾ ഈ അണ്ടർ സ്കേർട്ട് ഊരിപ്പോയി. ഈ അണ്ടർ സ്കേർട്ട് ഊരിപ്പോയപ്പോൾ ഈ പാവാടയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കൈ വിട്ടു. അങ്ങനെ നേരെ താഴെ വന്ന് തലയും കുത്തി തല കുത്തിയില്ല, താഴെ വീണു. അപ്പോൾ അവിടെ നിൽക്കുന്ന തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ ഭയങ്കര കൈഡിയെ, എന്നടാ നടിപ്പ് സൂപ്പർ, ഡൂപ്പില്ലാமல் இந்த மாதிரி நடிக்கிற ஆளை இந்த തമിഴ്നാട്ടിലെ പാക്കവല്ല. അവരുടെ ധാരണ ഞാൻ ഡൂപ്പിലാണ്ട് അഭിനയിച്ചാന്നാ. പിന്നീട് അവർക്ക് മനസ്സിലായി. 5 മിനിറ്റ് കസേരയിൽ ചോന്നി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ മനസ്സിലായി ഇത് ഒറിജിനൽ പോകുന്നതാണ്, കാലൊടിഞ്ഞതാന്ന്. അങ്ങനെ മമ്മൂക്കാൻ്റെ എനിക്ക് കുറേ ചീത്ത കേട്ടു. അങ്ങനെ ഒരു അനുഭവമാണ് ഈ മറുമലർച്ചയിൽ ഉണ്ടായത്. പിന്നെ അതിനുശേഷം വാഞ്ചിനാഥനിൽ ഷാജി കൈലാസ് സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് കിട്ടി. പിന്നെ അതിനുശേഷം തമിഴിൽ അങ്ങോട്ട് എനിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഒന്നങ്ങോട്ട് ശരിയാവണില്ല. പിന്നീട് വന്ന പടമാണ് ജെമിനി. ആ ജെമിനിയിൽ ഞാൻ അഭിനയിക്കാൻ കാരണക്കാരനും നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തായ ദിലീപാണ്, നമ്മുടെ നടൻ ദിലീപാണ്. ദിലീപ് പറഞ്ഞിട്ടാ ഒന്നുകൂടി നീ ട്രൈ ചെയ്ത് നോക്ക്, ഇത് ചിലപ്പോൾ കലക്കും എന്നു. അങ്ങനെ അതിൻ്റെ കഥ കേൾക്കുകയും ചരൺ സാർ എന്നോട് സംസാരിച്ചു, മണി സാർ നിങ്ങൾ ഇതുവരെയും പണ്ണാത്തൊരു ക്യാരക്ടർ. അപ്പോൾ അതിലെൻ്റെ മിമിക്രി, എന്നെ ഇപ്പോൾ ഇങ്ങനെ ആക്കിയ എൻ്റെ മിമിക്രിയാണ് ഞാൻ അതിൽ കാണിച്ചത്. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് ഓരോ ഐറ്റംസ് ഞാൻ എന്തൊക്കെ ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു. ആ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ആ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചരൺ സാർ അതിൽ ഓരോ കഥ ഇങ്ങനെ ആക്കി ഓരോ എപ്പിസോഡാക്കി അത് മാറ്റിയത്. അതിലാദ്യം ഞാൻ ഒട്ടകമായിട്ട് നടക്കുന്നുണ്ട്, പിന്നെ അതുകൂടാണ്ട് തന്നെ എലിയുടെ മുഖം കാണിക്കുന്നുണ്ട്. ആ പടത്തിലൊരു പ്രത്യേക തരം ഒരു ഇതായിരുന്നു. പിന്നെ തമിഴും ഇതും തമ്മിൽ ഒരുപാട് അനുഭവമുണ്ട്. നമുക്കെന്തായാലും ആ പടത്തിൻ്റെ ഒരു 2-3 ഭാഗങ്ങൾ നമുക്ക് കണ്ടുവെക്കാം.
പിന്നെ തമിഴും നമ്മുടെ മലയാളവും തമ്മിൽ അഭിനയത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മലയാളം നമ്മൾ ഒതുക്കി ചെയ്യേണ്ട ഒരു ഇതമ്പാണ്. തമിഴാകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒന്ന് ദേഹം അനങ്ങി ചെയ്യേണ്ട ഒരു സംഭവങ്ങളൊക്കെ. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭയങ്കര ഒരു ടെററിസ്റ്റായിട്ടൊക്കെ അഭിനയിച്ചൊരു പടമാണ് ബോസിലൊരു മന്ത്രിയാണ് ഞാൻ. ആ മന്ത്രിയുടെ വേഷം വളരെ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ഹീറോ ശ്രീകാന്തായിട്ട് ഉള്ളൊരു സീനാണ് അതിനകത്തൊരു ഫൈറ്റും എണീറ്റ് ചാടി ഡൈവ് ചെയ്ത് ഫയർ ചെയ്യണ സീനൊക്കെ അത് വളരെ ഇതായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഈ തമിഴിലെയും മലയാളത്തിനെയും സംബന്ധിച്ച് വളരെ വൈഡായിട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ് തമിഴ് സിനിമ. മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വളരെ അടക്കം ചിട്ടയോടും കൂടി അഭിനയിക്കണം. ഈ ബോസിലിൻ രംഗം അതുമാതിരി വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ ഏതായാലും തമിഴിൻ്റെ ഒരു ഒഴുക്ക് തന്നെ കണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് തമിഴിൽ എന്തൊക്കെ മണിച്ചേട്ടൻ ഏതൊക്കെ വേഷങ്ങൾ ചെയ്തു എന്നെല്ലാം നമുക്ക് പിടികിട്ടി. പക്ഷേ മണിച്ചേട്ടൻ തമിഴിലും പാട്ട് പാടിയിട്ടുണ്ട്. തമിഴിൽ വെച്ചാൽ തമിഴ് സിനിമയിലല്ല അല്ല മണിച്ചേട്ടാ? തമിഴിൽ എനിക്ക് പാട്ട് പാടുന്ന ഭയങ്കര ആഗ്രഹമാണ്. ഒരു എങ്ങനെയും ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. നമ്മൾ നാടൻ പാട്ടൊക്കെ തമിഴിലേക്ക് ഇറക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ നാടൻ പാട്ട് തമിഴും തെലുങ്കും കൂടി ഇറക്കാൻ ഒരു ചാൻസ് കാണുന്നു. പിന്നെ തമിഴിലും ഭക്തിഗാനം പാടിയിട്ടുണ്ട്. അത് എന്താ എങ്കുമെറുപ്പും അയ്യപ്പ എന്നുള്ളൊരു കാസറ്റാണ്. എന്തായാലും ഇതാ ഈ നന്നനൊരു മലയുണ്ട് പളനി മലയെ എൻ തന്തയ്ക്ക് ഒരു മലയുണ്ട് ശിവഗംഗ എൻ അയ്യനൊരു മലയുണ്ട് ശബരിമലയെ എന്താര മലയുണ്ട് ഏഴുമലൈ അങ്ങനെ മലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾക്ക് എന്താ പറയുക, തമിഴൊക്കെ ആകുമ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ വളരെ കറക്റ്റായിട്ട് പറയണം. മലയാളികൾ തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാള ചൊക ഉണ്ടെന്നാണ് അവർ പറയണത്. പക്ഷേ മലയാളി എല്ലാ ഭാഷയും സംസാരിക്കുന്നുള്ളതാണ്. ഇംഗ്ലീഷ് ആയാലും തെലുങ്കായാലും കന്നഡ ആയാലും ഹിന്ദി ആയാലും മറാത്തി ആയാലും ഗുജറാത്തി ആയാലും എല്ലാം സംസാരിക്കും. പക്ഷേ ഒരു തമിഴ്നാട്ടിലൊരാൾ മലയാളം സംസാരിക്കാൻ പടയെ നമുക്ക് പിടിക്കാൻ പറ്റും. കാരണം മഴേനെ എങ്ങനെ പോയാലും മള എന്ന് പറയുന്നത്. ചില ആൾക്കാർ സാർ നിങ്ങളുടെ പടം ഞാൻ നോക്കി, നിങ്ങളുടെ പടം ഇവിടെ തിയേറ്ററിൽ നമ്മൾ പോയിട്ട് അവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിയല്ലോ, നോക്കി ഞാൻ പിന്നെ വരാൻ നേരം പെയ്യെന്ന് നോക്കണേ. ഞാൻ പിന്നെ പടം നോക്കി ഞാൻ വന്നു ഭയങ്കര മഴ. ശരി. അപ്പൊ അത് മാത്രം മഴ മാത്രമുള്ള വരുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും മലയാളിക്ക് പക്ഷെ ഇതൊക്കെ എങ്ങനെ പോയാലും മള എന്ന് പറഞ്ഞാൽ മള എന്ന് തന്നെ പറയും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മലയാളിക്ക് നാക്ക് എങ്ങനെ വേണമെങ്കിലും വളയും ഏത് ഭാഷയും സംസാരിക്കാൻ പറ്റും. അതനുസരിച്ച് തന്നെ തമിഴിൽ പാടാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ വെറുതെ ആവശ്യമില്ല ജാടകളൊക്കെയാണ് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്യുന്നത്. പിന്നെ തമിഴ് കൾച്ചറിന് ഒരു പ്രത്യേകത ഉണ്ട്. തമിഴില് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരു 3 വാക്ക് ഇംഗ്ലീഷ് വരാണ്ട് പോവില്ല. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെ വല്ലപ്പോഴൊരു കാലത്ത് ഒക്കെ സംസാരിക്കുള്ളൂ. കാരണം അറിയാത്തോണ്ടിരിക്കും അല്ലേ. ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ പലരും പറഞ്ഞില്ല ചേട്ടാ. എന്താണ് ആക്ടിങ്ങിനെ കുറിച്ച് മറ്റേ ഉള്ളായിരുന്നു, പക്ഷേ ഇത് പോരാ അതൊക്കെ ഇംഗ്ലീഷിൽ എന്തോ മിക്സ് അതടിക്കും. നീ തമിഴ് ചേർത്ത് പറഞ്ഞല്ലേ, അതെങ്ങനെ പോയാലും അതായത് തമിഴിൻ്റെ ഒരു പ്രത്യേകത എന്താ മള കിള அப்புறம் அது அந்த கத்தி கித்தி அப்புறம் அந்த അടികിടി അടിതടി എല്ലാം കിടി വരും. എല്ലാത്തിനും അടികിടി ഇതെല്ലാം വരും. നമുക്ക് മാത്രം നമ്മുടെ ഭാഷയിൽ മാത്രം അങ്ങനെ ഇല്ലാത്തോളൂ എന്നുള്ളതാണ്. ഭാഷ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ആൾക്കാരാണ് തമിഴ്നാട്ടിലെ ആൾക്കാർ. തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾ തമിഴ് പടങ്ങളുടെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു. ഇനിയും ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് തെലുങ്കിൻ്റെയും ഒക്കെ നമുക്ക് കാണാം. ഈ ചാലക്കുടിക്കാരൻ പോയിട്ട് ഈ തെലുങ്ക് എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ? നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കാണാം. നിങ്ങൾക്കെല്ലാം അത് സന്ധിക്ക് വരയ്ക്കല്ല, വീണ്ടും സന്ധിക്കും വരെ വണക്കം.